കലാഭവൻ മണിയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം സിബിഐ ഏറ്റെടുത്തു. ചാലക്കുടി പോലീസ് കേസ് ഫയലുകൾ സിബിഐക്ക് കൈമാറി. സഹോദരൻ RLV രാമകൃഷ്ണന്റെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ കലാഭവൻ മണിയുടെ ദുരൂഹ മരണത്തിലെ അന്വേഷണം സിബിഐ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സിബിഐ ആസ്ഥാനത്ത് നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് സിബിഐ കൊച്ചി യൂണിറ്റ് കേസ് ഏറ്റെടുക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചത്. രാവിലെ കൊച്ചിയിൽ നിന്നെത്തിയ സിബിഐ ഇൻസ്പെക്ടർ ചാലക്കുടി പോലീസുമായി കൂടിക്കാഴ്ച നടത്തി. അന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ സംഘം കേസ് കൈകാര്യം ചെയ്തു വന്ന ചാലക്കുടി സിഐയിൽ നിന്ന് ഫയലുകൾ ഏറ്റുവാങ്ങി. കഴിഞ്ഞ വർഷം മാർച്ച് 6-നാണ് കലാഭവൻ മണി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട മണിയുടെ ശരീരത്തിൽ മീഥൈൽ ആൽക്കഹോൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത്. ആന്തരിക അവയവ പരിശോധനയിൽ ക്ലോർപൈരിഫോസ് അടക്കമുള്ള രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി. എന്നാൽ ഇവയുടെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിനായില്ല. മണിയുടെ മരണകാരണം ആത്മഹത്യയോ കൊലപാതകമോ സ്വാഭാവിക മരണമോ എന്ന് തെളിയിക്കാനും പോലീസിനായില്ല. സഹായികളെയും സുഹൃത്തുക്കളെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കിയെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ അന്വേഷണം നിലച്ചിരുന്നു. ഇതോടെ കേസ് സിബിഐക്ക് വിടാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുത്തു. കേസ് ഏറ്റെടുക്കാൻ ആദ്യഘട്ടത്തിൽ തയ്യാറാകാതിരുന്ന സിബിഐ ഹൈക്കോടതി ഉത്തരവ് വന്നതോടെയാണ് ചാലക്കുടിയിലെത്തി ഫയലുകൾ ഏറ്റുവാങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാനത്തെ 12 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന് മികച്ച ജയം. തെരഞ്ഞെടുപ്പ് നടന്ന 12 വാർഡുകളിൽ 8ലും LDF ജയിച്ചു. സംസ്ഥാനത്തെ 12 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF മികച്ച വിജയം കരസ്ഥമാക്കി. പത്തനംതിട്ടയിൽ UDF പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF വിജയം നേടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായ 3 വാർഡുകൾ LDF ഇക്കുറി പിടിച്ചെടുത്തിട്ടുമുണ്ട്. പത്തനംതിട്ട മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കിഴക്കേക്കര വാർഡിൽ ജേക്കബ് തോമസാണ് വിജയിച്ചത്. UDFൽ നിന്ന് വാർഡ് LDF പിടിച്ചെടുക്കുകയായിരുന്നു. 87 വോട്ടാണ് ഭൂരിപക്ഷം. പത്തനംതിട്ട മുനിസിപ്പാലിറ്റി കുമ്പഴ വെസ്റ്റ് വാർഡ് UDF നിലനിർത്തി. കോൺഗ്രസ് ഐയിലെ ആമിന ബീവിയാണ് വിജയിച്ചത്. ഇവിടെ കഴിഞ്ഞ തവണ 500-ലേറെ വോട്ട് കിട്ടിയ UDFന് ഇക്കുറി 367 വോട്ടേ ലഭിച്ചുള്ളൂ. BJPക്ക് ആകെ കിട്ടിയത് 27 വോട്ടും. ആലപ്പുഴ എഴുപുന്ന ഗ്രാമപഞ്ചായത്ത് കുമാരപുരം വാർഡും LDF പിടിച്ചെടുത്തു. തൃശൂർ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നടുവിക്കര വെസ്റ്റ് വാർഡിൽ CPMലെ VG അനിൽകുമാർ വിജയിച്ചു. 130 വോട്ടാണ് ഭൂരിപക്ഷം. മലപ്പുറം ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2 വാർഡിലും മുസ്ലിം ലീഗ് വിജയിച്ചു. ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് ചിയാനൂരിലും കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് ചെങ്ങാനിയിലുമാണ് വിജയിച്ചത്. കോഴിക്കോട് ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3-ൽ 2 LDFും 1 UDFും വിജയിച്ചു. കണ്ണൂർ ജില്ലയിൽ 3 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 3 LDF വിജയിച്ചു. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി കണ്ടങ്കാളി നോർത്ത് വാർഡിൽ CPMലെ പ്രസീത 365 വോട്ടിന് വിജയിച്ചു. മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ഉരുവച്ചാൽ CPMലെ AK സുരേഷ് കുമാർ 124 വോട്ടിന് വിജയിച്ചു. പായം ഗ്രാമപഞ്ചായത്ത് മട്ടിണി വാർഡിലും LDFനാണ് വിജയം. കഴിഞ്ഞ തവണ UDF വിജയിച്ച ഇവിടെ 268 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് CPMലെ AK സുരേഷ് കുമാർ വിജയിച്ചത്. 6 ജില്ലകളിലെ 7 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും കോഴിക്കോട്, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലെ 4 മുനിസിപ്പൽ വാർഡുകളിലും കോഴിക്കോട് ജില്ലയിലെ 1 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പാകിസ്ഥാന് വൻ തിരിച്ചടി. കുൽഭൂഷൺ ജാദവിന്റെ വധശിക്ഷ കോടതി സ്റ്റേ ചെയ്തു. അന്തിമ വിധി വരും വരെ കുൽഭൂഷൺ ജാദവിനെ തൂക്കിലേറ്റാൻ പാകിസ്ഥാൻ അധികാരമില്ലെന്നും കോടതി. ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിക്ക് ജാദവിനെ കാണാം. നീതിപൂർവമായ വിചാരണ വേണമെന്നും കോടതി. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, ഒരുപക്ഷെ പാകിസ്ഥാന് വലിയ തിരിച്ചടി, ഇന്ത്യക്ക് വലിയ ആശ്വാസം. കുൽഭൂഷൺ ജാദവിന്റെ വധശിക്ഷ നടപ്പാക്കാൻ പാകിസ്ഥാനാവില്ല. ജിംഷാദ്, പാകിസ്ഥാന്റെ മുഖത്തേറ്റ പ്രഹരം തന്നെയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി. കേസ് പരിഗണിക്കാൻ അന്താരാഷ്ട്ര കോടതിക്ക് അധികാരമില്ലെന്ന പാകിസ്ഥാൻ വാദത്തെ വിമർശിച്ചുകൊണ്ടാണ് ജാദവ് കേസിലെ വിധിന്യായത്തിലേക്ക് തന്നെ ജസ്റ്റിസ് റോണി അബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള 11-അംഗ ബെഞ്ച് കടന്നത്. വിയന്ന ഉടമ്പടി പ്രകാരം കേസ് പരിഗണിക്കാൻ അധികാരമുണ്ട്. സ്വന്തം പൗരന് നിയമസഹായം നൽകാനുള്ള അവകാശവും ഇന്ത്യക്കുണ്ട്. ജാദവിന് നിയമസഹായം നൽകാനുള്ള ഇന്ത്യൻ ശ്രമത്തെ തടഞ്ഞ പാക് നടപടി വിയന്ന ഉടമ്പടിക്ക് വിരുദ്ധമാണ്. ജാദവുമായി ആശയവിനിമയം നടത്താൻ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയെ അനുവദിക്കണം. കേസിൽ മുൻവിധിയോടെയാണ് പാക് പട്ടാള കോടതി പെരുമാറിയതെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇന്ത്യയുടെയും ജാദവിന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് അന്തിമ വിധി വരുന്നതുവരെ വധശിക്ഷ സ്റ്റേ ചെയ്യുന്നതായും കോടതി ഉത്തരവിട്ടു. വിചാരണയ്ക്കിടയിൽ ജാദവിന്റെ ജീവൻ അപകടത്തിലാകുമോ എന്ന ആശങ്കയും കോടതി ഉയർത്തി.
കാരണം 2017 ഓഗസ്റ്റ് 1 വരെ വധശിക്ഷ നടപ്പിലാക്കില്ല എന്ന ഉറപ്പ് മാത്രമേ പാകിസ്ഥാൻ നൽകിയിട്ടുള്ളൂ. അതിനർത്ഥം 1-ാം തീയതിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ജാദവിനെ തൂക്കിക്കൊല്ലാമെന്നാണ്. ഇത് അനുവദിക്കാനാകില്ല. അതിനാൽ അന്തിമ വിധി പുറപ്പെടുവിക്കുന്നത് വരെ ജാദവ് സുരക്ഷിതനായിരിക്കണം. ഇക്കാര്യത്തിൽ എന്ത് നടപടികൾ സ്വീകരിച്ചു എന്ന് അപ്പോൾ അറിയിക്കാനും രാജ്യാന്തര നീതിന്യായ കോടതി പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. ചാരപ്രവർത്തനത്തിനിടെ ബലൂചിസ്ഥാനിൽ നിന്നും പിടികൂടിയെന്നാണ് പാകിസ്ഥാന്റെ കുറ്റപത്രം. ഇതും പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടില്ല. ഇറാനിൽ നിന്നും പാകിസ്ഥാൻ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്ന ഇന്ത്യൻ വാദത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ജാദവ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എവിടെ നിന്നാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ട് എന്ന് കോടതി പറഞ്ഞു. അങ്ങനെ പാകിസ്ഥാൻ ഉയർത്തിയ എല്ലാ വാദങ്ങളും വ്യാജ തെളിവുകളും കോടതി തള്ളിക്കളഞ്ഞു എന്നത് ഇന്ത്യക്ക് ആശ്വാസമേകുന്നു. വിധിയെ ഇന്ത്യ ഇപ്പോൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. കേസിൽ ഇന്ത്യക്ക് വേണ്ടി വാദിച്ച മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് തന്നെ ട്വിറ്ററിലൂടെ നേരിട്ടും അഭിനന്ദിക്കുകയും ചെയ്തു. ജാദവിന്റെ മഹാരാഷ്ട്രയിലെ വസതിയിലാകട്ടെ ബന്ധുക്കളും ഉറ്റവരും ഒക്കെ ആഹ്ലാദത്തിലുമാണ്. അജിംഷാ. ശരി, സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. ദേശീയ ഗെയിംസ് നടത്തിപ്പിൽ 24.89 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയെ അറിയിച്ചു. മൂന്നാറിലെ 126 അനധികൃത നിർമ്മാണങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയതായി റവന്യൂ മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് നടന്ന ദേശീയ ഗെയിംസ് നടത്തിപ്പിൽ ധൂർത്തും ധാരാളിത്തവും അഴിമതിയും നടന്നു എന്ന് വ്യക്തമാകുകയാണ്. മേളയുടെ നടത്തിപ്പിൽ 24.89 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി ധനമന്ത്രി തോമസ് ഐസക് രേഖാമൂലം മറുപടി നൽകി. 10.98 കോടി രൂപയുടെ പാഴ്ചെലവും 10.95 കോടി രൂപയുടെ അധിക ചെലവും ഉണ്ടായി. ദേശീയ ഗെയിംസ് നടത്തിപ്പിൽ 3 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും തോമസ് ഐസക് നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. ഈ സമ്മേളനം ആരംഭിച്ചത് മുതൽ ഉന്നയിച്ച ചോദ്യങ്ങളിൽ 616 ചോദ്യങ്ങൾക്ക് ഇനിയും മറുപടി ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് 43 കയ്യേറ്റങ്ങൾ മൂന്നാറിൽ നടന്നതായി റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിയമസഭയെ അറിയിച്ചു. LDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം 126 അനധികൃത കെട്ടിടങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയതായും മന്ത്രി പറഞ്ഞു. ഡാറ്റാ ബാങ്കിലോ കരട് ഡാറ്റാ ബാങ്കിലോ നിലമല്ലാത്തതും മറ്റ് റവന്യൂ രേഖകളിൽ നിലമെന്ന് രേഖപ്പെടുത്തിയതുമായ ഭൂമിയിൽ വീട് വെക്കുന്നതിനുള്ള അപേക്ഷയിൽ 1 മാസത്തിനകം തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി സഭയെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഫാക്ട് മുൻ CMD ജയ്വീർ ശ്രീവാസ്തവയെ CBI ചോദ്യം ചെയ്തു. കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. ജിപ്സം ഇടപാടിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിലാണ് ശ്രീവാസ്തവയെ ചോദ്യം ചെയ്തത്. ജിപ്സം വിൽപ്പനയ്ക്കായി 2015 മുംബൈ ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയുമായി ഫാക്ട് കരാർ ഒപ്പിട്ടത്. വിപണി വിലയിലും കുറച്ച് ജിപ്സം വിൽക്കാനുണ്ടാക്കിയ ഈ കരാറിലൂടെ 1.5 കോടി രൂപ നഷ്ടം വരുത്തിയെന്നാണ് കേസ്. കേസന്വേഷണവുമായി ബന്ധപ്പെട്ട ഫാക്ട് CMD ആയിരുന്ന ജയ്വീർ ശ്രീവാസ്തവയുടെ ഓഫീസിലും വീട്ടിലും ഉൾപ്പെടെ 20ഓളം കേന്ദ്രങ്ങളിൽ CBI നേരത്തെ റെയ്ഡ് നടത്തിയിരുന്നു. ജിപ്സം വിൽപ്പനയ്ക്ക് കരാർ ഒപ്പിട്ടതിൻ്റെ രേഖകളും ഉദ്യോഗസ്ഥർ കോഴ വാങ്ങുന്നതിൻ്റെയും ഉൾപ്പെടെ നിർണായക വിവരങ്ങൾ റെയ്ഡിൽ CBIക്ക് ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് കരാർ ഒപ്പിട്ട ജയ്വീർ ശ്രീവാസ്തവയെ CBI 1-ാം പ്രതിയാക്കുകയും ചെയ്തു. റെയ്ഡിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുൻ CMDയെ CBI ചോദ്യം ചെയ്തു വരുന്നത്. കരാർ ഒപ്പിടുന്നതിൽ പങ്കാളികളായ 2 ചീഫ് ജനറൽ മാനേജർമാർ, 1 ജനറൽ മാനേജർ, 3 ഡെപ്യൂട്ടി ജനറൽ മാനേജർമാർ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. കേസിനെ തുടർന്ന് ജയ്വീർ ശ്രീവാസ്തവയെ CMD സ്ഥാനത്ത് നിന്ന് സർക്കാർ നീക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. പുതിയതായി രൂപീകരിച്ച വനിതാ സിനിമാ താരങ്ങളുടെ സംഘടനാ പ്രതിനിധികൾക്കാണ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയത്. വുമൺ കളക്റ്റീവ് ഇൻ സിനിമ എന്ന പേരിൽ മഞ്ജു വാര്യർ മുൻകൈയെടുത്താണ് പുതിയ സംഘടനയുടെ പിറവി. മറ്റു വാർത്തയിലേക്ക്. പാഠപുസ്തക വിതരണം, പരാതി പരിഹാരത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹെൽപ്പ് ലൈൻ സംവിധാനം ഏർപ്പെടുത്തി. 1 മുതൽ 10 വരെ ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ സംബന്ധിച്ച പരാതി സംസ്ഥാന ടെക്സ്റ്റ് ബുക്ക് ഓഫീസിൽ ഫോണിലൂടെയോ ഇമെയിൽ സംവിധാനം വഴിയോ സമർപ്പിക്കാം. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് ഹെൽപ്പ് ലൈൻ പ്രവർത്തിക്കുക. രക്ഷകർത്താക്കളും കുട്ടികളും പാഠപുസ്തകം സംബന്ധിച്ച പരാതികൾ ഉന്നയിച്ചാൽ ഉടനടി പരിഹാരം കാണുമെന്ന രീതിയിലാണ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അണ്ടർ 17 ലോകകപ്പ് ഫുട്ബോളിന്റെ കൊച്ചിയിലെ ഒരുക്കങ്ങൾ പൂർണ്ണ തൃപ്തിയെന്ന് ഫിഫ. കലൂർ സ്റ്റേഡിയത്തിലെ മത്സരങ്ങൾ നിശ്ചയിച്ച പ്രകാരം നടക്കുമെന്നും ഫിഫ സംഘം വ്യക്തമാക്കി. ആശങ്കകൾക്ക് പൂർണ്ണവിരാമം. അണ്ടർ 17 ലോകകപ്പ് ഫുട്ബോൾ ഭൂപടത്തിൽ കൊച്ചി ഇടം പിടിച്ചു. ക്വാർട്ടർ ഫൈനലടക്കം 9 മത്സരങ്ങൾക്കാണ് കലൂർ സ്റ്റേഡിയം വേദിയാകുന്നത്. മത്സരവേദിയിലെയും പരിശീലന ഗ്രൗണ്ടുകളിലെയും നിർമ്മാണ പ്രവർത്തനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും വിശദമായി പരിശോധിച്ച ശേഷമായിരുന്നു ടൂർണമെന്റ് ഡയറക്ടർ ഹാവിയർ സപ്പിയുടെ പ്രതികരണം. Kochi was always going to get 8 matches. Kochi was always going to get a quarter final.
That's about 15% of the tournament. കലൂർ സ്റ്റേഡിയത്തിൽ പരമാവധി 41,748 കാണികളെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ. മത്സര സമയത്ത് സ്റ്റേഡിയത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കിയ സംസ്ഥാന സർക്കാരിനെയും GCDAയെയും അദ്ദേഹം അഭിനന്ദിച്ചു. തുടർ പരിശോധനകൾക്കും അവലോകനത്തിനുമായി ഈ മാസം 30-ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. ജൂനിയർ ലോകകപ്പ് ഫുട്ബോളിന് ഇനി നമുക്ക് കൊച്ചിയിൽ കാതോർക്കാം. അഭിലാഷ് നിലമ്പൂരിനൊപ്പം സമീർ വഴങ്ങോട്. കണ്ണൂർ ആറളത്ത് ആദിവാസികൾ കുടിവെള്ളത്തിനായി മൈലുകൾ താണ്ടേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പഞ്ചായത്ത് അനുവദിച്ച വാട്ടർ ടാങ്കിൽ കുടിവെള്ളം എത്തിയിട്ട് ഏതാണ്ട് വർഷങ്ങളായി. ഇത് നല്ലൊരു മനുഷ്യന്മാരല്ലേ, നമ്മളിപ്പോൾ അങ്ങനത്തെ വെള്ളം കുടിക്കുക. ഈ പറഞ്ഞ നിങ്ങളാരും കുടിക്കില്ലല്ലോ അങ്ങനത്തെ വെള്ളം. നമ്മൾ മനുഷ്യന്മാരല്ലേ. വേനൽ കനത്തു തുടങ്ങും മുൻപേ കണ്ണൂരിന്റെ മലയോരങ്ങളിലും കുടിനീർ വറ്റി തുടങ്ങി. ആറളം ഫാം 10-ാം ബ്ലോക്കിലെ നിത്യകാഴ്ചയാണ് മലയരിച്ചു വരുന്ന കുടിനീരിനായി കുന്നും മലകളും താണ്ടിയുള്ള ഈ യാത്ര. വയ്യെങ്കിലും തിരിച്ചും ഇതേ രീതിയിൽ വെള്ളവും ചുമന്ന് മടക്കം. പരാതികൾ കേൾക്കാനും ചിത്രീകരിക്കാനുമായി പോയ വർഷങ്ങളിലും പല മാധ്യമപ്രവർത്തകരും എത്തി. കുടിനീര് മാത്രം എത്തിയില്ലെന്ന പരാതി ബാക്കിയാവുന്നു. ഈ ഫാമിലി ഏരിയ മുതലുള്ളതായത് ഈ വെള്ളം ചുമക്കൽ. ഈ ചാനൽക്കാർ വന്നിട്ട് ചാനലെടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് പോകും, അല്ലെങ്കിൽ കയറ്റി കൊണ്ട് പോയാൽ അവർ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുകയില്ല. മനസ്സിലായിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു ഇത് വേണ്ടേ? നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ, വെള്ളം കുടിച്ച് ജീവിക്കണ്ടേ നമുക്ക്. പഞ്ചായത്ത് സ്ഥാപിച്ച 5000 ലിറ്റർ വാട്ടർ ടാങ്ക് കാഴ്ച മാത്രമായിരിക്കുന്നു. ജലനിധിയുടെ പേര് പറഞ്ഞ് ഒരു തുള്ളി വെള്ളം പഞ്ചായത്ത് ഈ ടാങ്കിലും എത്തിക്കാറില്ല. പറഞ്ഞു മടുത്തവർ ഇപ്പോഴും കേഴുന്നു, ഞങ്ങൾ മൃഗങ്ങളുടെ പട്ടികയിലും പെടുകയില്ലേ എന്ന്. വേറും കാട്ടിലെ മൃഗങ്ങളാണ് ഞങ്ങൾ. ഒരു പിള്ളേർ സൂര്യ വരെ കക്കൂസിൽ പോകാൻ ഒരു തുള്ളി വെള്ളമില്ല. കടുത്ത വേനലിൽ കാടുകളും വറ്റിവരണ്ട് ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു. ആദിവാസികളും കടുത്ത വേനലിൽ കാതങ്ങളോളം കുടിനീരിനായുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന കൊടും വേനലിൽ എന്താകുമെന്ന ഭീതിയാണ് എല്ലാ മുഖങ്ങളിലും നേരിടുന്നത്. ആറളം 10-ാം ബ്ലോക്കിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. 11ാമത് മിന്നലെ ഫിലിം ടെലിവിഷൻ പുരസ്കാരങ്ങൾ കൊച്ചിയിൽ സമ്മാനിച്ചു. മികച്ച അന്വേഷണാത്മക പരിപാടിക്കുള്ള പുരസ്കാരം പീപ്പിൾ TV സംപ്രേഷണം ചെയ്യുന്ന ക്രൈം ബ്രാഞ്ചിനാണ് ലഭിച്ചത്. മൊമന്റോയും സാക്ഷ്യപത്രവും അടങ്ങുന്ന പുരസ്കാരം ക്രൈം ബ്രാഞ്ച് അവതാരകൻ ജോർജറ്റ് ജോൺ ഏറ്റുവാങ്ങി. ചടങ്ങിൽ പെഗാസസ് ചെയർമാൻ അജിത് രവി, മണപ്പുറം CEO VP നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രത്യേകിച്ച് മണപ്പുറത്തോടും പെഗാസസിനോടും എൻ്റെയും കൈരളി TVയുടെയും ഈസ്റ്റേൺ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള നന്മ പ്രോപ്പർട്ടീസിന്റെ പാർപ്പിട സമുച്ചയമായ കാസിൽ റോക്ക് വൈപ്പിനിൽ പൂർത്തിയായതായി ചെയർമാൻ നവാസ് മീരാൻ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനവും താക്കോൽദാന ചടങ്ങും ഈ മാസം 20-ന് നടക്കും. ഈസ്റ്റേൺ കോണ്ടിമെന്റ്സ് ഡയറക്ടർ നഫിസ ബീരാൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. കുറഞ്ഞ മുതൽ മുടക്കിൽ അത്യന്താധുനിക സൗകര്യങ്ങളോട് കൂടിയ 150 ആഡംബര അപ്പാർട്ട്മെന്റുകളാണ് കാസിൽ റോക്കിന്റെ പ്രത്യേകത എന്ന് നവാസ് മീരാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.